Hi everyone, welcome to A Plus Training Solutions. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മളുടെ UGC നെറ്റ് സോഷ്യോളജി ഈ വരുന്ന ജൂൺ സെഷനിലേക്ക് നിങ്ങളെല്ലാം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിന് മുമ്പായിട്ട് നമ്മളിപ്പം സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് ഇതുവരെയുള്ള ട്രെൻഡുകൾ എന്തൊക്കെയാണ്, ഇപ്പം ലാസ്റ്റ് റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാമുകളിൽ ഏത് ഏരിയകളിൽ നിന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, അങ്ങനെ ഒരു ടോട്ടൽ ഒരു ഓവർവ്യൂ നമുക്ക് എന്തൊക്കെ നോക്കിയിട്ട് പോവാം, നല്ല രീതിയിൽ നല്ല സ്കോർ കിട്ടാൻ വേണ്ടി എന്തൊക്കെ നോക്കാം, ഏതൊക്കെ ഭാഗങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാം എന്നൊക്കെയുള്ളൊരു ഔട്ട്ലൈൻ തരുന്ന ഒരു ചെറിയ വീഡിയോ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നെ അങ്ങ് തുടങ്ങാം. എന്താണ് UGC നെറ്റ് എക്സാം എന്നുള്ളത്? അത് നിങ്ങൾ എഴുതാൻ പോകുന്നവർക്ക് അറിയാം, ആദ്യമായി എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ധാരണയുണ്ടെങ്കിലും നമുക്കറിയാം എന്താണ് UGC നെറ്റ് ഈസ് നാഷണൽ ലെവൽ എക്സാമിനേഷൻ. എങ്ങനത്തെ എക്സാമിനേഷൻ ആണ്? ഒരു നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആണ്. ആരാണ് നടത്തുന്നത്? കണ്ടക്ടഡ് ബൈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, NTA എന്ന് പറയും. ഓക്കെ, NTA നടത്തുന്ന ഒരു നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആണ് UGC നെറ്റ്. എന്തിനു വേണ്ടിയാണ് ഇത് ഈ ഒരു എക്സാം? എന്തിനു വേണ്ടിയാണ്? ഇറ്റ് ഈസ് ഫോർ ദ എലിജിബിലിറ്റി ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, നമ്മൾ JRF എന്ന് ഷോർട്ട് ഫോമിൽ പറയും. ഈ JRF ക്വാളിഫൈ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ, ഇന്ത്യക്കകത്തെ UGCയുടെ കീഴിൽ വരുന്ന ഏതെങ്കിലും ഒരു കോളേജിൽ നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നമുക്ക് ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ക്ലിയർ ചെയ്തിരിക്കണം? നെറ്റ് എന്ന് പറയുന്ന എക്സാം ക്ലിയർ ചെയ്തിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ഫീച്ചർ ഓഫ് നെറ്റ് എക്സാം. ദെൻ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാംസ് ഫോർ അക്കാഡമിക് കരിയേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ അക്കാഡമിക് കരിയേഴ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഏത്? UGC നെറ്റ്. ഓക്കെ, സോ അതാണ് ഒരു ഇൻട്രൊഡക്ഷൻ. അതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചിങ് ഏരിയയിൽ, നമ്മൾ ടീച്ചിങ്ങിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ റിസർച്ച് ഫീൽഡിലേക്ക് കടക്കുന്നവർക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു എക്സാം ആണ് UGC നെറ്റ്. അതുപോലെ തന്നെ നമ്മുടെ PhD വിത്ത് ഫിനാൻഷ്യൽ സപ്പോർട്ട്, അതിനെയാണ് നമ്മൾ JRF എന്ന് പറയുന്നത്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അതായത് നമ്മൾ PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിത്ത് ഫിനാൻഷ്യൽ സപ്പോർട്ടോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെയാണ്, അതിന് സഹായിക്കുന്ന ഒരു എക്സാം ആണ് UGC നെറ്റ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ അക്കാഡമിക് പ്രൊഫൈലും നമ്മുടെ കരിയർ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു എക്സാം ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ UGC നെറ്റ് നമ്മളെ സംബന്ധിച്ച്, എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ഓക്കെ, ദെൻ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയുവാണെങ്കിൽ, നമ്മൾ എഴുതാൻ പോകുന്ന സോഷ്യോളജിയാണ്. സോഷ്യോളജി സ്റ്റുഡൻസ് ആണ് ഈ വീഡിയോ കാണുന്നത്. അപ്പൊ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു പോപ്പുലർ സബ്ജക്റ്റ് ആണ്. അതിന്റെ ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി ഒക്കെ കാരണം ഒരു പോപ്പുലർ സബ്ജക്റ്റ് ആയിട്ട് മാറിയ ഒരു സബ്ജക്റ്റ് ആണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, മെനി ടോപ്പിക്സ് ഓവർലാപ്പ് വിത്ത് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. സോഷ്യോളജി ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു അതർ ഡിസിപ്ലിൻസ്. അതായത് ഇതിലെ തന്നെ പല ടോപ്പിക്കുകളും ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സുമായിട്ടൊക്കെ ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ്. അതുപോലെ തന്നെ എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ആന്ത്രോപോളജി, അത് മാത്രമല്ല സൈക്കോളജി, അങ്ങനെ ഒരുപാട് ഏരിയകളിൽ അല്ലെങ്കിൽ ഒരുപാട് ഡിസിപ്ലിനുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് സോഷ്യോളജി. ഓക്കെ, വൺസ് നമ്മൾ സോഷ്യോളജി പഠിച്ചു കഴിഞ്ഞാൽ ഈ എക്കണോമിക്സിന്റെ, പൊളിറ്റിക്സിന്റെ, ഇതിന്റെ എല്ലാ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഒരു ബ്രോഡർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൊസൈറ്റിയാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എക്സാം പാറ്റേൺ, UGC നെറ്റ് എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി, നിങ്ങൾക്ക് ഇതിന് വേണ്ടി പേപ്പർ 1ന്റെ ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ പിന്നെ നമ്മൾ പറയുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നതാണ്. എത്ര പേപ്പർ ഉണ്ട്? നമുക്ക് 2 പേപ്പർ ഉണ്ട് ടോട്ടൽ, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 എന്ന് പറയുന്നത് ഏതാണ്? ജനറൽ പേപ്പർ ആണ്. ആൻഡ് പേപ്പർ 2 ഇസ് അവർ സോഷ്യോളജി, വിച്ച് മീൻസ് ദ സബ്ജക്ട് സ്പെസിഫിക് ആണ് പേപ്പർ 2 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ദർ ഇസ് നോ നെഗറ്റീവ് മാർക്കിംഗ്. അതായത് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും, നമ്മൾ എഴുതുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ നമുക്ക് അവിടെ നെഗറ്റീവ് മാർക്ക് കിട്ടുന്നില്ല. ഓക്കെ, സോ വി ക്യാൻ ഓപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ വി ക്യാൻ അറ്റൻഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നെഗറ്റീവ് മാർക്കിന്റെ ഒരു പേടി അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 150 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആണ്. ആ 150 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. 150 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിവൈഡ് ചെയ്ത് പറയുവാണെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് ഫോർ പേപ്പർ 1 ആൻഡ് 100 ക്വസ്റ്റ്യൻസ് ഫോർ പേപ്പർ 2. ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ്, 2 മാർക്സ് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻസ്. ഓരോ ആൻസറിനും 2 മാർക്ക് വീതമാണ്. ദർ ഇസ് നോ നെഗറ്റീവ് മാർക്കിംഗ്. ഓക്കെ, സോ ആ ഒരു ഭാഗം ക്ലിയർ ആണേ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. നമുക്ക് 50-50 ആയിട്ട് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ 2 ഓപ്ഷൻ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് 2 ഓപ്ഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് നമ്മൾ കറക്കി കുത്തുക എന്ന് പറയും. ഇതെല്ലാം നമുക്ക് വളരെ ധൈര്യപൂർവ്വം ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, ക്ലിയർ. സോ ഇനി നമുക്ക് സോഷ്യോളജിയിലേക്ക് വരാം.
ടോട്ടൽ നമുക്ക് നമ്മളുടെ സിലബസ് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ടോട്ടൽ നമ്മൾക്ക് 10 യൂണിറ്റ്സ് ആണുള്ളത് സോഷ്യോളജിയിൽ. ഓക്കെ, 10 യൂണിറ്റ് ആയിട്ടാണ് നമ്മളുടെ എൻറ്റയർ സിലബസ്, പേപ്പർ 2 ആയിട്ടുള്ള സോഷ്യോളജിയുടെ സിലബസ് 10 യൂണിറ്റ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോ യൂണിറ്റിലും മെയിൻ ആയിട്ട്, നമുക്കിപ്പോൾ ഒരു ഒറ്റ വീഡിയോ ആണ്, എല്ലാം നമുക്ക് കവർ ചെയ്ത് പറയാൻ പറ്റത്തില്ല. മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളും നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ട്രെൻഡും കാര്യങ്ങളും ഒക്കെ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ 10 യൂണിറ്റ് ആയിട്ടാണ് നമുക്ക് തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോഷ്യോളജിക്കൽ തിയറി ആണ്. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ തിയറി ആണ്. ദെൻ അതിന് ശേഷം വരുന്ന നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് റിസർച്ച് മെത്തഡ്. ഓക്കെ, റിസർച്ച് മെത്തേഡ്സ് ആണ് നെക്സ്റ്റ് വരുന്ന യൂണിറ്റ്. അതിനുശേഷം മൂന്നാമത് വരുന്ന ബേസിക് കൺസെപ്റ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മൂന്നാമത്തെ യൂണിറ്റ് ആണ് ബേസിക് കൺസെപ്റ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അതിനുശേഷം വരുന്ന നെക്സ്റ്റ് യൂണിറ്റ് ആണ് റൂറൽ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻസ്. ഫോർത്ത് യൂണിറ്റ് റൂറൽ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻസ്. അതിനുശേഷം വരുന്നത് ഫിഫ്ത്ത് യൂണിറ്റ് സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ദെൻ അതിനുശേഷം സിക്സ്ത് യൂണിറ്റ് എക്കോണമി ആൻഡ് സൊസൈറ്റി. സെവൻത് യൂണിറ്റ് എൻവിയോൺമെന്റ് ആൻഡ് സൊസൈറ്റി. ഓക്കെ, സിക്സ്ത് എക്കോണമി ആൻഡ് സൊസൈറ്റി ആണെങ്കിൽ സെവൻത് ഏതാണ്? എൻവിയോൺമെന്റ് ആൻഡ് സൊസൈറ്റി. ദെൻ എയ്ത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് ഫാമിലി, കിൻഷിപ്പ് ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഓക്കെ, നയൻത് യൂണിറ്റ് സയൻസ്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി. ആൻഡ് ലാസ്റ്റ് യൂണിറ്റ്, പത്താമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കൾച്ചർ ആൻഡ് സിംബോളിക് ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. സോ ഇത്രയും ടോട്ടൽ 10 യൂണിറ്റ്സ് ആയിട്ടാണ് നമ്മളുടെ എൻറ്റയർ സിലബസ് നമ്മൾ തിരിച്ചിരിക്കുന്നത് സോഷ്യോളജിയുടെ. എല്ലാ സബ്ജക്റ്റിന്റെയും ഏകദേശം 10 യൂണിറ്റ് വെച്ചാണ്. സോ ഈ 10 യൂണിറ്റിൽ ഓരോ യൂണിറ്റിലും പറയുന്ന കാര്യങ്ങൾ, ആ യൂണിറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ യൂണിറ്റിൽ ടോട്ടലി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ഓരോ യൂണിറ്റിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓരോ യൂണിറ്റിന്റെ ബേസ്, നിങ്ങൾക്ക് യൂണിറ്റ് ബേസ് പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഓവറോൾ ആയിട്ട് മെയിൻ ആയിട്ട് നോക്കണ്ട, ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഏറ്റവും അവസാന നിമിഷം നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീഡിയോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? സോഷ്യോളജിക്കൽ തിയറി. സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, സോഷ്യോളജി എക്സാമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് സോഷ്യോളജിക്കൽ തിയറി, അതായത് ഫസ്റ്റ് യൂണിറ്റ്. അപ്പൊ ഇതിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള, ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ഏരിയാസ് ഒന്ന്, നമുക്ക് ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട്. ഓക്കെ, അറൌണ്ട് 26 തിങ്കേഴ്സ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലായിട്ട് പലതായിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ക്ലാസിക്കൽ തിങ്കേഴ്സ് ഉണ്ട്, നമുക്ക് പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സ് ഉണ്ട്, ദെൻ അതുപോലെ തന്നെ ഹെർമന്യൂട്ടിക്സ് ഉണ്ട്, ഇന്ത്യൻ തിങ്കേഴ്സ് ഉണ്ട്. അങ്ങനെ പല 5 ഡിവിഷനായിട്ട് 26 സോഷ്യോളജിസ്റ്റുകളെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ്, എങ്കിലും ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ഏരിയകൾ വെച്ച് നമ്മളൊന്ന് സോർട്ട് ചെയ്തതാണ്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് കാൾ മാർക്സ്. ഫസ്റ്റ് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളുടെ പേരാണ് പറയുന്നത്. ഒന്ന് കാൾ മാർക്സ്, അറിയാലോ കാൾ മാർക്സിന്റെ എല്ലാ തിയറീസും, കാൾ മാർക്സിന്റെ ഏതൊക്കെയാണ് തിയറീസ് നമുക്കറിയാമല്ലോ. കാൾ മാർക്സ് കൊണ്ടുവന്നിട്ടുള്ള തിയറീസ്, അതുപോലെ തന്നെ ഏലിയനേഷൻ, അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കോൺസെപ്റ്റുകൾ, മെറ്റീരിയലിസം, അതുപോലെ തന്നെ സ്റ്റേജസ്, അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എക്കോണമിക്കുമായിട്ട് അല്ലെങ്കിൽ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് വീബറിന്റെ ഒരുപാട് കൺസെപ്റ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകളുണ്ട് വീബറിന്റെ. റാഷണലിസം, ദെൻ ബ്യൂറോക്രസി, അങ്ങനെ ഒരുപാട് കൺസെപ്റ്റ്. നമ്മളെല്ലാ കൺസെപ്റ്റുകളും കൃത്യമായിട്ട് നമ്മൾ അവരവരുടെ ചാപ്റ്ററുകളിൽ ഓരോ ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കാൾ മാർക്സിന്റെ ഒരു ചാപ്റ്റർ, വീബറിന്റെ ഒരു ചാപ്റ്റർ, ഓരോ യൂണിറ്റ് ആയിട്ട്. അപ്പൊ അതിൽ കൃത്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്നത് ദർക്കെയിം അല്ലെങ്കിൽ എമേൽ ദർക്കെയിമിന്റെ ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സൂയിസൈഡ്, സോഷ്യൽ ഫാക്ട്സ്, അതുപോലെ തന്നെ നമ്മളുടെ സോളിഡാരിറ്റി, അല്ലെ, ഇതെല്ലാം കളക്റ്റീവ് കോൺഷ്യസ്നസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കൺസെപ്റ്റുകളെല്ലാം പഠിക്കുക. ദെൻ പാഴ്സൺസിന്റെ അജിൽ സിസ്റ്റം, അതുപോലെ തന്നെ റോബർട്ട് കെ മെർട്ടൺ, മീഡ്, GH മീഡ്, ഇവരെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എർവിൻ ഗോഫ്മാൻ, മിഷേൽ ഫൂക്കോയുടെ ഒക്കെ പനോപ്റ്റിക്കൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറെ കൺസെപ്റ്റുകളുണ്ട് അദ്ദേഹത്തിന്റെ. അതെല്ലാം പവർ ആൻഡ് നോളജ്, അങ്ങനെയുള്ള കാര്യം. പിന്നെ പിയറി ബോർഡ്യൂ. ദെൻ ഇന്ത്യൻ തിങ്കേഴ്സിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവിടെ ഇന്ത്യൻ തിങ്കേഴ്സിനെ നമ്മൾ മൊത്തത്തിൽ പഠിക്കണം. കാരണം ഇന്ത്യൻ തിങ്കേഴ്സിൽ തന്നെ നമുക്ക് ഒരുപാട് MN ശ്രീനിവാസ്, GS ഗുരിയെ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെല്ലാം നടത്തിയ ഫീൽഡ് എവിടെയാണ്, അങ്ങനെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഇതിനു മുമ്പ് ഒരുപാട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവരുടെ ഫീൽഡ് എവിടെയാണ്, ഇവർ ഏത് ഏരിയയിലാണ്, അതായത് ഇവർക്ക് ഓരോരുത്തർക്കും പല പെർസ്പെക്റ്റീവിലാണ് ഇന്ത്യൻ തിങ്കേഴ്സും ഇവരും
അതായത് വേൾഡ് തിങ്കേഴ്സിനെ പോലെ തന്നെ ഇന്ത്യൻ തിങ്കേഴ്സിനും പല പെർസ്പെക്റ്റീവ്, മാർക്സിയൻ പെർസ്പെക്റ്റീവിലുള്ളവരുണ്ട്, ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിലുള്ളവരുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് തന്നെ പഠിക്കുക. ഓരോ തിങ്കേഴ്സും ഏതൊക്കെ പെർസ്പെക്റ്റീവിലാണ് വരുന്നത്, അവരുടെ ഫീൽഡ് ഏരിയ ഏതാണ്, അവരുടെ മെയിൻ ആയിട്ടുള്ള ബുക്ക് ഏതാണ്. ഇതിനൊക്കെ പുറമെ ഇവരുടെ വർക്കുകൾ, മെയിൻ തിങ്കേഴ്സിന്റെ വർക്ക്, അത് വേൾഡ് തിങ്കേഴ്സ് ആയാലും ഇന്ത്യൻ തിങ്കേഴ്സ് ആയാലും ഇവരുടെ വർക്ക് കൃത്യമായിട്ട് മേജർ ആയിട്ടുള്ള വർക്കുകൾ നമ്മൾ അതിന്റെ വർഷം പഠിക്കണം. കാരണം ഇത് ക്രൊണോളജിക്കൽ ഓർഡറിൽ ചോദിക്കും. ഇതിപ്പം വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ക്രൊണോളജിക്കൽ ഓർഡർ. അതായത് കൂടുതലും ഇവരുടെ വർക്കുകൾ, ഇവരുടെ ബുക്കുകൾ റിലീസ് ആയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഇപ്പം ലാസ്റ്റ് ഡിസംബർ PYQലെല്ലാം നമ്മൾ അത് ഡിസ്കസ് ചെയ്തതാണ്. സോ മെയിൻ ആയിട്ടുള്ളതെങ്കിലും നമ്മൾ പഠിച്ചു വെക്കുക വിത്ത് ഇയർ ബേസ് നമ്മൾ പഠിച്ചാൽ ഇത് എപ്പോഴാണ് ഇറങ്ങിയെന്നുള്ള ഒരു ഐഡിയ നമുക്ക് വരും. അപ്പോൾ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് യൂണിറ്റ് 1, അതായത് നമ്മളുടെ തിയറി പാർട്ടിൽ നമുക്ക് മെയിൻ ആയിട്ട്, സോഷ്യോളജിക്കൽ തിയറി പാർട്ടിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഇത്രയും പേരാണ്. ഇതിൽ കൂടുതലുണ്ട് എങ്കിൽ ഇത്രയും പേരെങ്കിലും നിങ്ങൾ മിനിമം നോക്കിയിട്ട് പോവുക. ഓക്കെ, ഇത് കൂടാതെ മലിനോസ്കി ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഓക്കെ, റാഡ്ക്ലിഫ്, ബ്രൗൺ, അങ്ങനെ ഒരുപാട് തിങ്കേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം മെയിൻ ആയിട്ട് ഇതൊക്കെ നോക്കുക. ഓക്കെ, ദെൻ ഇതിന്റെ ഒരു PYQ ട്രെൻഡ്, ഇതിനു മുമ്പ് വന്നിട്ടുള്ള ട്രെൻഡൊക്കെ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു തിങ്കേഴ്സ് ബേസ്ഡ് കൺസെപ്റ്റൽ അല്ലെങ്കിൽ തിങ്കേഴ്സ് ബേസ്ഡ് കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ നിന്ന് കൂടുതൽ വരുന്നത്. കൺസെപ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ തന്നെ മാച്ചിങ് തിയറിസ്റ്റ് വിത്ത് കൺസെപ്റ്റ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഡെഫിനറ്റ്ലി ചോദിച്ചിരിക്കും. ഓക്കെ, ഓരോ തിയറിസ്റ്റ്, ഒരു A പാർട്ട് തിയറിസ്റ്റ് ആയിരിക്കും, B പാർട്ട് അവരുടെ കൺസെപ്റ്റുകളായിരിക്കും. കൺസെപ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏലിയനേഷൻ, അതുപോലെ തന്നെ സോൾഡാരിറ്റി, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇവിടെ കാൾ മാർക്സ് അല്ലെങ്കിൽ മാക്സ് വെബർ, ദർക്കീം ഇങ്ങനെ തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇത് കറക്റ്റ് ആയിട്ട് ഓരോ കൺസെപ്റ്റും ആരുടെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് കമ്പാരേറ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓൾറെഡി ചോദിക്കുന്നതാണ്, റീസെന്റ് ആയിട്ടും ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ റീസൺ അസേർഷൻ ക്വസ്റ്റ്യൻസ്, അറിയാമല്ലോ. ഒരു അസേർഷൻ കാണും, അതിന്റെ ഒരു റീസൺ കാണും, അത് തമ്മിൽ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ, 6 കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എയുടെ, അതോ രണ്ടും തെറ്റാണോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എവിടെ വരുന്നത്, നമ്മളുടെ യൂണിറ്റ് 1 കൂടുതലും ചോദിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് യൂണിറ്റ് 2 റിസർച്ച് മെത്തഡോളജി. ഓക്കെ, യൂണിറ്റ് 1 പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു യൂണിറ്റ് ആണ് യൂണിറ്റ് 2 റിസർച്ച് മെത്തഡോളജി. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിസർച്ച് മെത്തഡോളജി വൺസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ പേപ്പറിൽ, അതായത് പേപ്പർ 2 മാത്രമല്ല ഇത് ഉപകാരപ്പെടുന്നത്, പേപ്പർ 1 ഇത് ഉപകാരപ്പെടും. കാരണം പേപ്പർ 1 റിസർച്ച് മെത്തഡോളജി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, അപ്പൊ കോമൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് വൺസ് നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് പേപ്പർ 1 ഉപകാരപ്പെടും, പേപ്പർ 2 നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ഉള്ള ടോപ്പിക് പോസിറ്റിവിസം, അതുപോലെ തന്നെ റിസർച്ച് ഡിസൈൻ, സാമ്പിളിങ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ് ഉണ്ട്. ഓക്കെ, എന്താണ് സാമ്പിളിങ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ് ഏതാണ്, സാമ്പിളിങ്ങിന്റെ എക്സാമ്പിൾ സഹിതം പഠിക്കുക. ദെൻ ഓരോ കൺസെപ്റ്റ് അല്ലെങ്കിൽ റിസർച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ടേമുകൾ, ആ ടേമുകൾ സൂചിപ്പിക്കുന്ന എന്താണ്. ഫോർ എക്സാമ്പിൾ റിലയബിലിറ്റി എന്താണ്, വാലിഡിറ്റി എന്താണ്, അങ്ങനെയുള്ള ടേംസ്. പിന്നെ ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്താണ്, എത്തനോഗ്രഫി, സർവേ റിസർച്ച്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. റിസർച്ച് മെത്തഡോളജി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, കാരണം നമുക്ക് പിന്നീട് ടൈപ്പ് ഓഫ് ഡേറ്റ അനാലിസിസ് കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ്, റിസർച്ച് എത്തിക്സ് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അതുപോലെ തന്നെ മീൻ മോഡ്, മീഡിയം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ടേംസും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതെല്ലാം പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഒരു PYQ ട്രെൻഡ് എന്ന് പറയുന്നത് 1 ഓഫ് ദ മോസ്റ്റ് സ്കോറിംഗ് യൂണിറ്റ്സ് ആണ്. ഏറ്റവും കൂടുതൽ ആളുകൾ സ്കോർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണിത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ജനറൽ പേപ്പറിലും ഈ ഒരു യൂണിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന ഒരു യൂണിറ്റും ഏറ്റവും കൂടുതൽ ആളുകൾ സ്കോർ ചെയ്യുന്ന ഒരു യൂണിറ്റും യൂണിറ്റ് 2 ആണ്. ഓക്കെ, ദെൻ ഡയറക്റ്റ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ്. ഒരിക്കലും ഈ റിസർച്ച് മെത്തഡോളജി യൂണിറ്റിൽ നിന്ന് ഒരു കൺസെപ്ച്വൽ ലെവൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇല്ല, ഡയറക്റ്റ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്. ചിലപ്പം ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിങ്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഏറ്റവും കൂടുതൽ അതാണ് ചോദിക്കുന്നത്. സാമ്പിളിംഗ് ആൻഡ് മെത്തേഡ്സ് റിപ്പീറ്റഡ്ലി ആസ്ക്ഡ്. ഇതുവരെ ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഏതാണ്, സാമ്പിളിങ്സും മെത്തേഡ്സും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് വരുന്ന ബേസിക് കൺസെപ്റ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? സോഷ്യൽ സ്ട്രക്ചർ, നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള സ്റ്റാറ്റസ് ആൻഡ് റോൾ, പവർ ആൻഡ് അതോറിറ്റി, സോഷ്യലൈസേഷൻ, ദെൻ സ്ട്രാറ്റിഫിക്കേഷൻ, ബ്യൂറോക്രസി, കമ്മ്യൂണിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ യൂണിറ്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്രയും നമ്മൾ പഠിക്കുന്നല്ലോ, ഇത്രയും കൺസെപ്റ്റുകൾ, ഈ കൺസെപ്റ്റുകൾ മെയിൻ ആയിട്ട് ആരുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുക, അതായത് നമ്മൾ യൂണിറ്റ് 1 പഠിച്ച ഏതൊക്കെ സോഷ്യോളജിസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുവാണെന്ന് കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് വളരെ ഹെൽപ്ഫുൾ ആകും നിങ്ങൾക്ക്. അപ്പൊ ഒരുമിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും കുറച്ചും കൂടെ, അതായത് യൂണിറ്റ് 1 പഠിച്ചതിന് ശേഷം യൂണിറ്റ് 2 യൂണിറ്റ് 3 അല്ലെങ്കിൽ യൂണിറ്റ് 3 പഠിച്ചതിന് ശേഷം യൂണിറ്റ് 1 ഇങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ അത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇതിൽ കൂടുതലും ചോദിച്ചിരിക്കുന്ന PYQ ട്രെൻഡ് ഡെഫിനിഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ കൺസെപ്റ്റ് തിങ്കർ ലിങ്കേജ് ക്വസ്റ്റ്യൻസ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു യൂണിറ്റ് 1 ഇത് നല്ല ബന്ധമുള്ളതാണ്. കാരണം കൺസെപ്റ്റ്സ് ആണ്, ബേസിക് കൺസെപ്റ്റ്സ് ആണ് ഇവിടെയും വരുന്നത്. അപ്പൊ കൺസെപ്റ്റ് തിങ്കർ ലിങ്കേജ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് വരുന്നതാണ് 4th യൂണിറ്റ് ആണ് റൂറൽ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻസ്. അതായത് ടോപ്പിക്ക് പോലെ തന്നെ റൂറൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ റൂറൽ സൊസൈറ്റി എന്താണ്, അർബൻ സൊസൈറ്റി എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇവിടെ കുറച്ച് ഫാക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വരും. ഓക്കെ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അഗ്രേറിയൻ സ്ട്രക്ചർ. നമ്മുടെ സൊസൈറ്റിയിൽ അഗ്രേറിയൻ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്, ഒരു ഏരിയ ആണ്. ദെൻ ലാൻഡ് റിലേഷൻസ് എങ്ങനെയാണ് എന്നുള്ളത്. ദെൻ മൈഗ്രേഷൻ അറിയാലോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മൈഗ്രേഷൻ. മൈഗ്രേഷനിൽ തന്നെ ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ ഉണ്ട്. നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് മീൻസ് ഇന്റർസ്റ്റേറ്റ് മൈഗ്രേഷൻ ഉണ്ട്, ഇൻട്രാസ്റ്റേറ്റ് മൈഗ്രേഷൻ ഉണ്ട്, ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഉണ്ട്. അങ്ങനെ മൈഗ്രേഷൻ നമുക്ക് പല രീതിയിൽ. ദെൻ മൈഗ്രേഷനുള്ള റീസൺസ്, പുൾ ഫാക്ടേഴ്സ് കാണും, പുഷ് ഫാക്ടേഴ്സ് കാണും. അങ്ങനെ മൈഗ്രേഷൻ ഒരു വലിയൊരു ഏരിയയാണ്. ആ മൈഗ്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. ഓക്കെ, ദെൻ മൈഗ്രേഷൻ ഉണ്ട്. ദെൻ അർബനൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സ്ലംസ്, മിഡിൽ ക്ലാസ്, ദെൻ അർബൻ മൂവ്മെന്റ്സ്. അർബൻ മൂവ്മെന്റ്സിനോടൊപ്പം തന്നെ റൂറൽ മൂവ്മെന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്. ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ്, എന്തിനു വേണ്ടിയാണ് ആ മൂവ്മെന്റ്സ് നടന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു റൂറൽ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻസിൽ വരുന്നതാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടാണ് റൂറൽ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമ്മളുടെ സൊസൈറ്റി റൂറൽ സൊസൈറ്റിയിൽ നിന്നും അർബൻ സൊസൈറ്റിയിലോട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടാണ് അല്ലെങ്കിൽ യൂണിറ്റും കൂടാണ് റൂറൽ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഇന്ത്യൻ എക്സാമ്പിൾസ് ആണ് കൂടുതലും ഉള്ളത്. ദെൻ റൂറൽ അർബൻ കമ്പാരിസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു PYQ ട്രെൻഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം വളരെ കണ്ടംപററി ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഏരിയ ആണ് സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ആദ്യം നമുക്ക് പറയുവാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയസ് ബ്യൂറോക്രസി വരുന്നുണ്ട്. ഓക്കെ, ബ്യൂറോക്രസി ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ബ്യൂറോക്രസി, അങ്ങനെ ഒരുപാട് മാക്സ് വെബറിന്റെ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പഠിക്കുക ബ്യൂറോക്രസി. ദെൻ നമ്മുടെ ഗവർണൻസ്, പബ്ലിക് ഗവർണൻസ് എങ്ങനെയാണ്. ദെൻ പബ്ലിക് പോളിസീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പബ്ലിക് പോളിസീസ് എന്താണ്, ടൈപ്സ് ഓഫ് പോളിസീസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ദെൻ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ സോഷ്യൽ മൂവ്മെന്റ്സ്, ഇവിടെ നടന്നിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് എന്തൊക്കെയാണ്. ദെൻ സിറ്റിസൺഷിപ്പ്, റിസർവേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഏരിയകളൊക്കെയാണ് കൂടുതലും ഇതിനകത്ത് വരുന്നത്. ഓക്കെ, സിറ്റിസൺ, അതുപോലെ തന്നെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഓക്കെ, കുറച്ചും കൂടെ ജനറൽ ഏരിയയിലോട്ടൊക്കെ പോകുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 5 സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്യൂറോക്രസി, ഗവർണൻസ്, പബ്ലിക് പോളിസി, സിവിൽ സൊസൈറ്റി, സോഷ്യൽ മൂവ്മെന്റ്, സിറ്റിസൺഷിപ്പ്, റിസർവേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഏരിയകൾ മെയിൻ ആയിട്ട് നോക്കുക. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. കറണ്ട് അഫയേഴ്സുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും. കാരണം സ്റ്റേറ്റ് പോളിസി ഇങ്ങനെയുള്ള ഇതല്ലേ വരുന്നത്. ദെൻ ഡെവലപ്മെന്റ് ആൻഡ് ഡെമോക്രസി തീംസ്, നമ്മളുടെ ഇപ്പോഴത്തെ ഡെവലപ്മെന്റ് ആൻഡ് ഡെമോക്രസി തീംസ് ഈ ഒരു PYQ ട്രെൻഡായിട്ട് വരുന്നതാണ്. ഇതുവരെ ഒരുപാട് വന്നിട്ടുമുണ്ട്. ഓക്കെ, സോ അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ദെൻ നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോവാം.
എക്കോണമി ആൻഡ് സൊസൈറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. കാരണം കാൾ മാർക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു യൂണിറ്റും കൂടാണിത്. എക്കോണമി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത് കൂടുതൽ ഇവിടെ ക്യാപിറ്റലിസം, ലേബർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് കാൾ മാർക്സിന്റെ ടൈപ്പ് ഓഫ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, ക്യാപിറ്റലിസം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുമായിട്ട് കാൾ മാർക്സിന്റെ തിയറീസുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ഈ ഒരു യൂണിറ്റ് പഠിക്കുക. ഓക്കെ, എക്കോണമി ആൻഡ് സൊസൈറ്റി. ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? ക്യാപിറ്റലിസം, ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ദെൻ ലേബർ, ടൈപ്സ് ഓഫ് ലേബർ ഇങ്ങനെയുള്ള വരും. മാർക്കറ്റ് വരും. ദെൻ ഗ്ലോബലൈസേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് തിങ്കേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അർജുൻ അപ്പാദുരൈ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഗ്ലോബലൈസേഷൻ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ദെൻ പോവർട്ടി ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ദെൻ നിയോ ലിബറലിസം, ഡിജിറ്റൽ എക്കോണമി, ഇതൊക്കെ എക്കോണമി ആൻഡ് സൊസൈറ്റിയിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന മെയിൻ ആയിട്ടുള്ള ഏരിയകളാണ്. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു യൂണിറ്റും കൂടാണ് എക്കോണമി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിന്റെ ഒരു PYQ ട്രെൻഡ് മാർക്സ് ഇൻ പെർസ്പെക്റ്റീവ്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, കാൾ മാർക്സിന്റെ പെർസ്പെക്റ്റീവുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 6 എക്കോണമി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? ഇത് മാർക്സ് ഇൻ പെർസ്പെക്റ്റീവിലൂടെയൊക്കെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്സ് ഇൻ പെർസ്പെക്റ്റീവ്സ് ഒരു PYQ ട്രെൻഡ് ആണ്. ദെൻ ഗ്ലോബലൈസേഷൻ ഡിവൈഡ്സ്, അത് മറ്റൊരു ടൈപ്പ് ഓഫ് PYQ ട്രെൻഡ് ആണ്. ദെൻ കണ്ടംപററി എക്കോണമിക് ക്വസ്റ്റ്യൻസ്. ഇവിടെ എന്താണ് കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിക്കുക. ഒരു കണ്ടംപററി എക്കോണമി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് യൂണിറ്റ് 7 എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റി. സോ റീസെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കൂടി വരുന്ന ഒരു യൂണിറ്റ് കൂടാണ് എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച്, എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ്, ഡിസ്പ്ലേസ്മെന്റ്, റീഹാബിലിറ്റേഷൻ, എക്കോളജി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇത് കൂടാതെ ഒത്തിരി ഏരിയാസ് വരുന്നുണ്ട് കവർ ചെയ്യാൻ. മെയിൻ ആയിട്ടുള്ളത് ക്ലൈമറ്റ് ചേഞ്ച്. എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹൗ ഇറ്റ് അഫക്ട്സ് ദ ഹ്യൂമൻ സൊസൈറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മൂവ്മെന്റ്സ് തരും. ആ മൂവ്മെന്റ്സ് നടന്ന ആ ഒരു ഈവന്റ് നടന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്രോണോളജിക്കൽ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലാക്കുക എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നത്. അതായത് ഒരുപാട് ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് നമ്മൾ പഠിക്കും. എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് തന്നെ ചിപ്കോ മൂവ്മെന്റ് ഉണ്ട്, നർമ്മദ ബച്ചാവോ ആന്തോളൻ ഉണ്ട്, അതുപോലെ തന്നെ സൈലന്റ് വാലി മൂവ്മെന്റ് ഉണ്ട്, ബിഷ്ണോയ് മൂവ്മെന്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന മൂവ്മെന്റ്സ് ആണ് എന്ത് മൂവ്മെന്റ്സ്? എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ്. അപ്പൊ അങ്ങനെയുള്ള ഈ പറയുന്ന മൂവ്മെന്റ്സ് ഒക്കെ പഠിക്കുകയും ഈ മൂവ്മെന്റ്സ് ഒക്കെ ഏത് സമയത്താണ് വന്നത് അല്ലെങ്കിൽ ഏത് വർഷമാണ് ഈ മൂവ്മെന്റ്സ് ഒക്കെ വന്നത് എന്നുള്ള കാര്യവും കൃത്യമായിട്ടൊന്ന് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ ഒരു ഏരിയയിൽ വരുന്നത് മറ്റൊരു ഒരു ടോപ്പിക്കാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യരെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക അല്ലെങ്കിൽ അവർ നിർബന്ധിതമായിട്ട് മാറുന്നതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എൻവയോൺമെന്റിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഓരോ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഒക്കെ വരുമ്പോൾ അവിടുത്തെ ഓൾറെഡി നമ്മൾ അബോർജിൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അവിടെ തന്നെ ജനിച്ച് അവിടെ തന്നെ വളരുന്ന ആളുകൾ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? ഡിസ്പ്ലേസ് ആകുന്നു, ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നു അവര്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് വാട്ട് ഇസ് ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ എഫക്ട്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ റീഹാബിലിറ്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ദെൻ എക്കോളജി, എക്കോസിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഒരു യൂണിറ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ലാസ്റ്റ് വരുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു ഏരിയ ആണ് ഏത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന്. എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ നടത്തുക, പക്ഷെ ഭാവി തലമുറയ്ക്കും വേണ്ടിയും എന്ത് ചെയ്യുക? പ്രിസർവ് ചെയ്യുക എന്നുള്ളത് ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ എല്ലാം തീർക്കണം എന്നുള്ളൊരു ടൈപ്പ് ഓഫ് അങ്ങനത്തെ ഒരു ചിന്താഗതി അല്ലാതെ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള PYQ ട്രെൻഡ് എന്ന് പറയുന്നത് ഗ്രോവിംഗ് ഇമ്പോർട്ടൻസ് ഇൻ റീസെന്റ്. ഞാൻ അതാ പറഞ്ഞത്, റീസെന്റ് എക്സാമിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഏത്? ഈ പറയുന്ന എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെ കൂടുതലും ഇവിടെ അപ്ലൈഡ് സോഷ്യോളജി ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. ഓക്കെ, സോ അതാണ് ഈ ഒരു യൂണിറ്റ്.
ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു യൂണിറ്റ് ആണ് 8th യൂണിറ്റ്, ഫാമിലി കിൻഷിപ്പ് ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് 8th യൂണിറ്റ് ആണ്. ഇതിൽ വരുന്ന മെയിൻ ഒരുപാട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാരേജ്, എന്താണ് മാരേജ് സിസ്റ്റം, നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള മാരേജ് സിസ്റ്റം എങ്ങനെയാണ്, ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാരേജ് സിസ്റ്റംസ്. പിന്നെ ഓരോ സോഷ്യോളജിസ്റ്റുകളും ഓരോ മാരേജ് സിസ്റ്റത്തിനെ പറ്റി പഠിച്ചതും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിപ്പോൾ അറിയാം മോണോഗാമസ് മാരേജ്, പോളിഗാമസ് മാരേജ്, പിന്നെ അതുപോലെ തന്നെ അൻലോമ, പ്രതിലോമ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഒരുപാട് കാര്യങ്ങൾ ഈ മാരേജ് സിസ്റ്റത്തിൽ വരുന്നുണ്ട്. പിന്നെ സദേൺ പാർട്ടിൽ എങ്ങനെയാണ്, നോർത്തേൺ പാർട്ടിലെ മാരേജ് സിസ്റ്റംസ് എങ്ങനെയാണ്, അങ്ങനെ മാരേജ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഫാമിലി, കിൻഷിപ്പ് ആൻഡ് സോഷ്യൽ ചേഞ്ച്. ദെൻ കിൻഷിപ്പ് സിസ്റ്റംസ്, നമ്മളുടെ ഇന്ത്യയിൽ ഒട്ടാകെ, സെൻട്രൽ ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിൽ, ദെൻ സൗത്ത് ഇന്ത്യയിൽ ഇവിടുത്തെയൊക്കെ കിൻഷിപ്പ് സിസ്റ്റംസ് എങ്ങനെയാണ്, കിൻഷിപ്പ് സിസ്റ്റത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച സോഷ്യോളജിസ്റ്റുകൾ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ടൈപ്സ് ഓഫ് ട്രഡീഷൻസ് ഇവിടെ ഫോളോ ചെയ്യുന്നത്, അങ്ങനെയുള്ളൊരു ഏരിയ വരും. ദെൻ ജെൻഡർ എന്ന് പറയുന്ന ഒരു കാര്യം വരും. ജെൻഡറിൽ തന്നെ ഈ മാരേജ് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് അറിയാം മാട്രിലോക്കൽ ഫാമിലി, പാട്രിലോക്കൽ ഫാമിലി, ദെൻ ഫാമിലി, ടൈപ്സ് ഓഫ് ഫാമിലിയിലൊക്കെ അത് വരും. ടൈപ്സ് ഓഫ് ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് ന്യൂക്ലിയർ ഫാമിലി, ട്രഡീഷണൽ ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിലീസ് ഉണ്ട്. ദെൻ ഫാമിലി സിസ്റ്റത്തിൽ തന്നെ അതിൻ്റെ ഒരു ഓണർഷിപ്പ് ബേസ് ചെയ്തോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലീനേജ് ബേസ് ചെയ്തോ കിൻഷിപ്പ് ബേസ് ചെയ്തോ അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ഫാമിലീസ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം മാട്രി ലോക്കൽ ഫാമിലി, പാട്രി ലോക്കൽ ഫാമിലി, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിലി സിസ്റ്റംസ് ഉണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് നോക്കുന്നതാണ്. ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ്. ഓക്കെ, ദെൻ ഫാമിലി ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു യൂണിറ്റിലെ. ദെൻ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ്, ഒരു യൂണിറ്റിലെ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഇതല്ല, ഇത് കുറച്ച് വലിയൊരു യൂണിറ്റ് ആണ്, മീൻസ് പഠിക്കാൻ നമുക്ക് കുറച്ചുള്ള ഒരു യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, ദെൻ ഇതിന്റെ ഒരു മെയിൻ ആയിട്ട് PYQ ട്രെൻഡ് കിൻഷിപ്പ് ടെർമിനോളജീസ്, കിൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ടെർമിനോളജീസ് ഉണ്ട്, നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട് ടെർമിനോളജീസ്. പിന്നെ ഫെമിനിസ്റ്റ് സ്കോളേഴ്സ്, ഇന്ത്യയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ വേൾഡ് ലെവലിൽ, ഇന്ത്യയാണ് മെയിൻ ആയിട്ട്, ഇന്ത്യൻ സ്കോളേഴ്സ് മെയിൻ ആയിട്ടുള്ളത് പഠിക്കുക. ദെൻ നമ്മളുടെ ഇന്ത്യയിലെ ഫാമിലി ടൈപ്പ് ചേഞ്ച്, ഫാമിലി ചേഞ്ച് ഇൻ ഇന്ത്യ, നമുക്കറിയാം ട്രഡീഷണൽ ഫാമിലി സിസ്റ്റത്തിൽ നിന്നും ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലോട്ടുള്ള ഒരു ചേഞ്ച്, അതെങ്ങനെയാണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഇതിൽ വരുന്നത്. ഓക്കെ, PYQ ട്രെൻഡ് ഇതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെയാണ് ചോദിക്കുന്നത്. ദെൻ മാച്ച് ദ ഫോളോയിങ്ങും വരാം. ഇപ്പൊ ടൈപ്സ് ഓഫ് ഫാമിലി പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫീച്ചർ പറഞ്ഞിട്ട് ഇത് ഏത് ടൈപ്പ് ആണ് എന്നുള്ളത്. ദെൻ പ്രതിലോമ, ലോമ, ഹയർ കാസ്റ്റ്, ലോവർ കാസ്റ്റ് വരെ കല്യാണം കഴിക്കുന്നത്, ദെൻ ലോവർ കാസ്റ്റ്, അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ നമുക്ക് ചോദിക്കാം. കൺഫ്യൂസിങ് ആകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു യൂണിറ്റ് ആണ് 8th യൂണിറ്റ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോവാം. യൂണിറ്റ് 9 സയൻസ്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആവുന്ന ഒരു യൂണിറ്റ് ആണ് സയൻസ്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ്. ഓക്കെ, ഈ ഒരു യൂണിറ്റിൽ കൂടുതൽ ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്മളുടെ ഇവിടുത്തെ സോഷ്യൽ ചേഞ്ച് ടെക്നോളജി വഴി എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നത്, അങ്ങനെയുള്ളൊരു ഇത്, ഗ്ലോബലൈസേഷൻ പറയാം. ടെക്നോളജി ആൻഡ് സോഷ്യൽ ചേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ICT മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഓക്കെ, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ICT എങ്ങനെയാണ്, കാരണം നമ്മുടെ സൊസൈറ്റിയെ ചേഞ്ച് ചെയ്ത മെയിൻ ആയിട്ടുള്ള കുറെ ഘടകങ്ങളാണ് ഇതെല്ലാം. ടെക്നോളജി, എസ്പെഷ്യലി ICT-യുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ICT-യിൽ നമുക്ക് വേണമെങ്കിൽ ഇൻഫോർമേഷൻ ആൻഡ് ടെക്നോളജി ആക്ട് വേണമെങ്കിൽ ചോദിക്കാം. ഈ ആക്ടുകൾ നമ്മൾ കുറെ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഈ ഇൻഫോർമേഷൻ ആൻഡ് ടെക്നോളജി ആക്ട്. ദെൻ അതുപോലെ തന്നെ നോളജ് സൊസൈറ്റി, നമ്മളുടെ ഇപ്പോഴത്തെ ഒരു നോളജ് ഡ്രിവൺ സൊസൈറ്റിയാണ്. അപ്പൊ നോളജ് സൊസൈറ്റി, ദെൻ ബയോടെക്നോളജി, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഈ സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നത് എന്നുള്ളൊരു ഏരിയ. ദെൻ ഗ്ലോബലൈസേഷൻ വൺസ് നിങ്ങൾ നോക്കുക, കാരണം ഗ്ലോബലൈസേഷൻ എല്ലാ യൂണിറ്റിലും, പല യൂണിറ്റുകളിലും വരാൻ സാധ്യതയുള്ളതാണ്. എനിക്ക് എക്കോണമി എന്ന് പറയുന്ന ഒരു യൂണിറ്റ്, 6th യൂണിറ്റ്, ആ യൂണിറ്റിൽ വരാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സയൻസ്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി, കാരണം സയൻസ്, ടെക്നോളജി ഇതിനെല്ലാം ഭയങ്കരമായിട്ട് കൂട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ ആണ്, അല്ലെ? അപ്പൊ ഗ്ലോബലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു യൂണിറ്റിലെ തന്നെ. ഓക്കെ, പിന്നെ വളരെ ഇതിന്റെ ഒരു PYQ ട്രെൻഡിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ കണ്ടംപററി ആയിട്ടുള്ള ഒരുപാട്
കാര്യങ്ങൾ വരുന്ന ഒരു യൂണിറ്റ് ആണ് ഇത്. കണ്ടംപററി ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 9 സയൻസ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ്. ഓക്കെ, അപ്പൊ ടെക്നോളജി ആൻഡ് സോഷ്യൽ ചേഞ്ച്, ICT, നോളജ് സൊസൈറ്റി, ബയോടെക്നോളജി, ഗ്ലോബലൈസേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ. ദെൻ നമുക്ക് ലാസ്റ്റ് വരുന്ന 10th യൂണിറ്റ് ആണ് കൾച്ചർ ആൻഡ് സിംബോളിക് ട്രാൻസ്ഫോർമേഷൻസ്. ഓക്കെ, നമ്മുടെ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സിംബോളിക് ട്രാൻസ്ഫോർമേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് പോപ്പുലർ കൾച്ചർ വരാം. ദെൻ മീഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഒരു 4th പില്ലറായിട്ട് നമ്മൾ കാണുന്നതാണ്. സോ മീഡിയ, ദെൻ ഐഡന്റിറ്റി, അതുപോലെ തന്നെ കൺസംഷൻ നമ്മൾ 6th യൂണിറ്റിലും നമ്മൾ മെയിൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്, ഇവിടെയും വരും. ദെൻ ഗ്ലോബൽ കൾച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും 10th യൂണിറ്റിൽ വരുന്നത്. കൾച്ചർ ആൻഡ് സിംബോളിക് ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ. ഓക്കെ, ദെൻ ഇവിടെ വന്നിട്ടുള്ളത് കൾച്ചർ തിയറിസ്റ്റുകൾ ആരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കൾച്ചർ തിയറിസ്റ്റ്, അതുപോലെ തന്നെ പോസ്റ്റ് മോഡേണിസം തിങ്കേഴ്സ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആളുകൾ, സോഷ്യോളജിസ്റ്റുകൾ. ദെൻ മീഡിയ ആൻഡ് സൊസൈറ്റി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും PYQ ട്രെൻഡിൽ വന്നിട്ടുള്ളത്. ഓക്കെ, കമ്പാരേറ്റീവ്ലി ക്വസ്റ്റ്യൻസ് കുറച്ച് കുറവാണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന്, എങ്കിലും അത് നമുക്ക് ചേഞ്ച് ആകാം. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ റിപ്പീറ്റഡ്ലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു പരിധി കൂടുതലും. സോ ഈ ഒരു യൂണിറ്റും 10th യൂണിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, സോ ഇത്രയുമാണ് 10 യൂണിറ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. ഈ ഒരു 10 യൂണിറ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് ഏരിയകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് PYQ ട്രെൻഡ്, നേരത്തെ ചോദിച്ചിട്ടുള്ള ട്രെൻഡുകളും കാര്യങ്ങളും ഒക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഓവറോൾ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 10 യൂണിറ്റും അതിലും മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇപ്പോഴും എടുത്തു പറയാം, ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു നമ്മൾ അടിത്തറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോഷ്യോളജിക്കൽ തിയറീസ് അല്ലെങ്കിൽ തിയറിസ്റ്റുകാരെ എല്ലാവരെയും കൃത്യമായിട്ട് പഠിക്കുക. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടവരെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, ദെൻ സെക്കൻഡ് യൂണിറ്റ് റിസർച്ച് മെത്തഡോളജി, അതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 2 പേപ്പറിലും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു യൂണിറ്റ് ആണത്. ഓക്കെ, റിസർച്ച് മെത്തഡോളജി നിങ്ങൾ മനസ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ പേപ്പർ 1ലും ഉപകാരപ്പെടും, പേപ്പർ 2ലും ഉപകാരപ്പെടും. ഓക്കെ, ദെൻ ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. ദെൻ മോസ്റ്റ് റിപ്പീറ്റഡ് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയസ് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി സോൺസ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ തിങ്കേഴ്സ്. ഓക്കെ, ക്ലാസിക്കൽ തിങ്കേഴ്സ് ആരൊക്കെയാണ്? മെയിൻ ആയിട്ട് നമുക്ക് 3 പേരെയാണ് പഠിക്കാനുള്ളത്, കാൾ മാക്സ്, മാക്സ് വെബർ, എമിൽ ദർക്കി. ഓക്കെ, ഇവര് 3 പേരും. ദെൻ ഇന്ത്യൻ തിങ്കേഴ്സ് ലൈക്ക് GS കുര്യൻ, MNC ശ്രീനിവാസ്, ഇത്തരത്തിലുള്ളവര്. ദെൻ രാധാകമൽ മുഖർജി, അങ്ങനെയുള്ള ഇന്ത്യൻ തിങ്കേഴ്സ്. നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ തിങ്കർ ആണ് BR അംബേദ്കർ. ഓക്കെ, BR അംബേദ്കറിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിന്റെ ബുക്കുകൾ, കാര്യങ്ങൾ, BR അംബേദ്കറിന്റെ ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും മിക്കവാറും ചോദിക്കുന്നതാണ്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ദെൻ നെക്സ്റ്റ് റിസർച്ച് മെത്തഡോളജി. അറിയാലോ, റിസർച്ച് മെത്തഡോളജിയിലെ മിക്ക കാര്യങ്ങളും ടേംസും അതെന്താണ് സൂചിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവുക. ഓക്കെ, ദെൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ മറ്റൊരു ഏരിയ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട മറ്റൊരു ഏരിയ ആണ്. ദെൻ സോഷ്യൽ മൂവ്മെന്റ്സ്. ഓക്കെ, ദെൻ ഗ്ലോബലൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള അതിൻ്റെ ഏരിയകൾ ഫുള്ള് നോക്കുക. ദെൻ ജെൻഡർ. ഓക്കെ, ദെൻ എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് കൃത്യമായിട്ട് പഠിക്കുക. ദെൻ അതുപോലെ തന്നെ എൻവയോൺമെന്റൽ മീറ്റ്സ്, അതായത് പേപ്പർ 1ൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ട് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പം ഇവിടെ നടന്നിട്ടുള്ള എൻവയോൺമെന്റൽ മീറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ അർബനൈസേഷൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ ഇത്രയാണ് മോസ്റ്റ് ക്ലാസിക്കൽ തിങ്കേഴ്സ്, ഇന്ത്യൻ തിങ്കേഴ്സ്, റിസർച്ച് മെത്തഡോളജി, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ മൂവ്മെന്റ്സ്, ഗ്ലോബലൈസേഷൻ, ജെൻഡർ, എൻവയോൺമെന്റ്, അർബനൈസേഷൻ. ഇത്ര ഏരിയകളാണ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ദെൻ ഇത്രയാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ മെയിനായിട്ട് നോക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ഇതിൽ തന്നെ നമുക്കൊരു സ്മാർട്ടായിട്ട് ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഒരു ലിമിറ്റഡ് ടൈമിൽ നിങ്ങൾക്ക് ഒരു എക്സാം ഓറിയന്റഡ് അല്ലെങ്കിൽ എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു സ്മാർട്ട് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം സ്റ്റേജ് 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ് സിലബസ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് നിങ്ങൾ എഴുതാൻ പോകുന്ന സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ 2ന്റെ സിലബസ് നിങ്ങൾ കൃത്യമായിട്ട്, ഒന്നും കൂടെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കുക. ഓരോ യൂണിറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ആ യൂണിറ്റിൽ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു കംപ്ലീറ്റ് സിലബസ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതാണ് സ്റ്റേജ് 1.
സിലബസ് നിങ്ങൾ അറിയുക. സിലബസ് അറിഞ്ഞ് പഠിക്കുക എന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം. കൃത്യമായിട്ട് സ്റ്റേജ് 1 എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് സിലബസ് അണ്ടർസ്റ്റാൻഡിങ്, സിലബസ് അറിയുക. സ്റ്റേജ് 2 PYQ അനാലിസിസ്. കഴിഞ്ഞ 10 വർഷം, അല്ലെങ്കിൽ 10 വർഷം എന്നുള്ളതല്ല, 10 സൈക്കിൾ ആണെങ്കിൽ പോലും നിങ്ങൾ എടുത്ത്, അതായത് ഒരു വർഷം 2 സൈക്കിൾ ഉണ്ട്, കഴിഞ്ഞ ഒരു 10 സൈക്കിളിലുള്ള PYQs അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അനലൈസ് ചെയ്യുക. ഇതിനു മുമ്പ് നടന്ന ക്വസ്റ്റ്യൻ പാറ്റേൺസ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കൂട്ട് തന്നെ ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതലും ചോദിക്കുന്നത്, മിക്ക ക്വസ്റ്റ്യൻസിനും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. അപ്പൊ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ നിങ്ങൾക്ക് ഒരു 10 സൈക്കിളിലെ PYQs നോക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് കിട്ടും ഏത് ഏരിയകളൊക്കെയാണ് കൂടുതൽ നോക്കേണ്ടതെന്നുള്ളത്. അതായത് സ്റ്റേജ് 3 നമ്മൾ ഒരു യൂണിറ്റ് വൈസ് MCQ പ്രാക്ടീസ്. ഓക്കെ, അതായത് ഓരോ യൂണിറ്റ് വൈസ് നമ്മൾ തിരിച്ചിട്ടുണ്ടല്ലോ 10 യൂണിറ്റ് ആയിട്ട്, ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള PYQ സെഷൻസ് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ I+ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 10 യൂണിറ്റ് ആയിട്ട്. 10 യൂണിറ്റിന്റെ PYQ, ഓരോ യൂണിറ്റിന്റെ PYQ സെഷൻ ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റേജ് 4 മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ മീൻസ് ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് മോക്ക് ടെസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആൻസേഴ്സിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾ ടൈം വെച്ച് നോക്കുവാണെങ്കിൽ, നമ്മളുടെ നെറ്റ് എക്സാമിന്റെ അതേ ടൈം തന്നെയാണ് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ടൈം മാനേജ്മെന്റ് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ഇത്ര ടൈം എടുക്കാവുന്ന കൃത്യമായിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ടൈം എടുക്കുവാണെങ്കിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള ഒരു സാഹചര്യം കുറഞ്ഞു വരും. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ടൈം മാനേജ് ചെയ്ത് തന്നെ നമ്മൾ മീൻസ് എക്സാമിനേഷൻ എഴുതാനുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ നടത്തണം. ഓക്കെ, നമ്മളെല്ലാം പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എക്സാമിന് പോയിട്ട് ആ ഒരു ലിമിറ്റഡ് ടൈമിൽ നമ്മളുടെ അറിവ് എങ്ങനെ അവിടെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ജസ്റ്റ് അത് ക്വാളിഫൈ ആവുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ഓക്കെ, അല്ലാതെ നമ്മൾ എത്ര ഡീപ്പായിട്ട് പഠിച്ചെങ്കിലും നമ്മൾ ടൈം അനുസരിച്ച് നമുക്ക് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടെ ഫെയിൽ ആയി പോകും. ഓക്കെ, നമുക്ക് ചിലപ്പോൾ ക്വാളിഫൈ ചെയ്യാൻ പറ്റാതായി പോകും. അതുകൊണ്ട് തന്നെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളും കൃത്യമായിട്ട് നടത്തുക. ദെൻ റിവിഷൻ സൈക്കിൾ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പഠിച്ചങ്ങ് വിടാതെ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. യൂണിറ്റ് 1 പഠിച്ച് യൂണിറ്റ് 2ലേക്ക് കടക്കുന്നു, ശരിയാണ്. ചിലപ്പോൾ യൂണിറ്റ് 2 തീരാറാകുമ്പോഴത്തേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂണിറ്റ് 1 ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെ യൂണിറ്റ് 2 നമ്മൾ കഴിഞ്ഞിട്ട് അടുത്ത വേറൊരു യൂണിറ്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് റിവൈസ് ചെയ്യുന്നത്, പഠിക്കുന്നതിന്റെ അത്രയും ടൈം വേണ്ട നമുക്ക് റിവൈസ് ചെയ്യാൻ. ഓൾറെഡി പഠിച്ചൊരു കാര്യം റിവൈസ് ചെയ്യാൻ അതിന്റെ പകുതി ടൈം മതി. നിങ്ങൾ ഓൾറെഡി പഠിച്ചൊരു മൈൻഡിലുള്ളൊരു കാര്യമാണ്, അതൊന്നും കൂടെ ഒന്ന് എന്ത് ചെയ്യുകയാണ്, ഒന്നും കൂടെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരികയാണ്. അത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാനായിട്ട് വളരെ ലിമിറ്റഡ് ടൈമാണ്, അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. റിവൈസ് ചെയ്യുന്നതിന്റെ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കൂടെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ കിടക്കും. ഓക്കെ, അപ്പൊ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ഇന്ന ഏരിയ ആണ്, ഇന്ന ആളാണ് എന്ന് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് റിവിഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മൾ കാണിക്കുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്കുകളുണ്ട്. ആ മിസ്റ്റേക്കുകൾ കൂടെ നിങ്ങൾ ഒഴിവാക്കുക. അതായത് ഒന്ന്, ഇഗ്നോറിങ് റിസർച്ച് മെത്തേഡ്സ്. റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത് ഇഗ്നോർ ചെയ്യുന്നത് വളരെ വലിയൊരു മണ്ടത്തരമാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ആണ്. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 പേപ്പറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ മെമ്മറൈസിങ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് തിയറീസ്. നമ്മൾ വെറുതെ ഇങ്ങനെ കാണാതെ പഠിക്കുന്നതിന് പകരം ജസ്റ്റ് ആ തിയറിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പഠിച്ചിട്ട് മെമ്മറൈസ് ചെയ്യുക. അതിനെ കാണാതെ പഠിച്ചാൽ കുഴപ്പമില്ല, ജസ്റ്റ് അറിയണം. അല്ലാതെ ചുമ്മാ വെറുതെ നമ്മളിങ്ങനെ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ദെൻ അതുപോലെ തന്നെ നോട്ട് സോൾവിങ് PYQ സോൾവ് ചെയ്യാതിരിക്കുന്നത്, അങ്ങനത്തെ ഒരു പ്രവണത നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, ദെൻ സ്റ്റഡിങ് ഓൺലി നോട്ട്സ് മാത്രം പഠിക്കാതെ PYQs ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ദെൻ നെഗ്ലക്റ്റിംഗ് പേപ്പർ 1. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലരും ചെയ്യുന്നതാണ്. പേപ്പർ 2 മാത്രം ഫോക്കസ് ചെയ്ത് പേപ്പർ 2 മാത്രം പഠിക്കുക. പേപ്പർ 1 ജനറൽ അല്ലേ, അതല്ലെങ്കിൽ അത് 50 മാർക്സിനല്ലേ, 100 മാർക്സിനല്ലേ, 50 ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ എന്നൊക്കെ വെച്ച് അത് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത്, അത് വളരെ വലിയൊരു മണ്ടത്തരമാണ്. കാരണം പേപ്പർ 1 നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പേപ്പർ 1 ഇത്ര മാർക്ക് നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് തന്നെ പേപ്പർ 2 കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് തന്നെ പേപ്പർ 1 കൊടുക്കുക. 2 പേപ്പർ നിങ്ങൾ നല്ല രീതിയിൽ സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് JRF കട്ട് ഓഫ് ഒക്കെ കടക്കാൻ പറ്റൂ. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കോമൺ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ദെൻ നിങ്ങൾക്കറിയാമല്ലോ ഓരോ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യേണ്ട രീതികൾ. നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് രീതിയാണ്. ആ രീതിക്ക് അനുസരിച്ച് തന്നെ നിങ്ങൾ നിങ്ങൾ പഠിക്കുന്ന രീതികളും ഓരോരുത്തർക്കും ഓരോന്നാണ്, അതിനനുസരിച്ച് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം മാച്ച് ദ ഫോളോയിങ് പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന 1-2 ആൻസേഴ്സ് ഓൾറെഡി അവിടെ കാണും.
അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ആൻസർ നിങ്ങൾ അപ്പൊ തന്നെ അത് ഇപ്പൊ A 3 ആണെന്ന് അറിയാം, അല്ലെങ്കിൽ B 4 ആണെന്ന് അറിയാം. അപ്പൊ തന്നെ ആ ഓപ്ഷനിലോട്ട് നോക്കുക. അത് രണ്ടും വരുന്ന കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ചിലപ്പോൾ 2 ഓപ്ഷൻസ് കാണും. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു പകുതി അവിടെ തലവേദന ഒഴിവായി. 2 ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾ പോട്ടെ, നിങ്ങൾ ആ 2 ഓപ്ഷൻസിൽ നിന്ന് കറക്കി വേണമെങ്കിൽ കുത്തിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പം അതിന്റെ 50% ആയിട്ട് കൂടിയല്ലോ ആൻസർ ശരിയാവാനുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള രീതിയിൽ കൂടുതലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസേഴ്സ് തന്നെ കിട്ടും. ഇങ്ങനെ നിങ്ങൾ ഷോർട്ട് മീൻസ് ഓരോ കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്ത് നോക്കുക. ഓപ്ഷൻസ് എക്സ്ക്ലൂഡ് ചെയ്യാൻ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓരോ ഇത് കഴിയുമ്പോൾ ഓരോ ഒരു തിയറിസ്റ്റ്, ഒരു കൺസെപ്റ്റ് എന്നിട്ട് അതിന്റെ തിയറിസ്റ്റുകൾ വരും. അപ്പൊ ഇന്ന തിയറിസ്റ്റ് ആയിട്ട് ഈ ഒരു കൺസെപ്റ്റിന് യാതൊരു ബന്ധവും ഇല്ല, കാണത്തില്ല എന്ന് നമുക്ക് ഉറപ്പ് വേണം. അപ്പൊ അതിനെ എക്സ്ക്ലൂഡ് ചെയ്യാം. അങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്ത് വരുമ്പോൾ നമ്മളൊരു ഫൈനൽ ആൻസറിലേക്ക് എത്തും. ഓക്കെ, സോ ആ ഒരു പാറ്റേൺ നിങ്ങൾ കൃത്യമായിട്ട് മാക്സിമം ഫോളോ ചെയ്യാൻ നോക്കുക. കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. നിങ്ങൾ ഇത് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ അങ്ങനെ ക്വസ്റ്റ്യൻസ് അറിഞ്ഞ് തന്നെ മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, അല്ലാതെ എല്ലാം ഡീപ്പായിട്ട് മാക്സിമം പഠിച്ച് ഇരുന്നിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നമുക്ക് ആൻസറിൽ എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും പഠിച്ചിട്ടും കാര്യമില്ല. സോ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുകയും വേണം, ഡീപ്പായിട്ടും ബ്രോഡായിട്ടും പഠിക്കുകയും വേണം. അതിനനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻസിൽ നിന്ന് ആൻസറിലേക്ക് എത്താനുള്ള ആ ഒരു പ്രാക്ടീസ് നിങ്ങൾ നടത്തുക. അതിന് ഈ മോക്ക് ടെസ്റ്റ്, PYQ സെഷൻസ് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, സോ ഇത്രയുമാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ദെൻ അതുപോലെ തന്നെ പിന്നെ ഒരു ഫൈനലായിട്ട് പറയുന്നത്, നെറ്റ് ഈസ് നോട്ട് അബൌട്ട് സ്റ്റഡിങ് എവറിത്തിങ്, ഇറ്റ് ഈസ് അബൌട്ട് സ്റ്റഡിങ് ദ സിലബസ് സ്ട്രാറ്റജിക്കലി ആൻഡ് മാസ്റ്ററിങ് റിക്കറിംഗ് കൺസെപ്റ്റ്സ്. ഇത്രേ ഉള്ളൂ ബേസിക് ആയിട്ട്. നമ്മുടെ സോഷ്യോളജിയിലെ നെറ്റ് എന്ന് പറയുന്നത് എല്ലാം പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഇറ്റ് ഈസ് അബൌട്ട് സ്റ്റഡിങ് ദ സിലബസ് സ്ട്രാറ്റജിക്കലി. നമുക്ക് കൃത്യമായിട്ടൊരു സിലബസ് തന്നിട്ടുണ്ട്, നമ്മൾ അതിന് പുറത്തൊന്നും പഠിക്കേണ്ട, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ക്വസ്റ്റ്യൻസിൽ അത് അപ്ലൈ ചെയ്ത് നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് 100% ഉറപ്പാണ് നിങ്ങൾക്ക് നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കൂടുതലും കൺസെപ്റ്റ്സിൽ ഫോക്കസ് കൊടുക്കുക. അതുപോലെ തന്നെ തിങ്കേഴ്സിനെ കമ്പാരിറ്റീവ്ലി പഠിക്കുക, MCQ പ്രാക്ടീസ് ചെയ്യുക, റിവൈസ് റിപ്പീറ്റഡ്ലി. ഒറ്റവട്ടമല്ല, റിവിഷൻ നിങ്ങൾ റിപ്പീറ്റഡ്ലി നടത്തിക്കൊണ്ടേ ഇരിക്കുക. ഓക്കെ, സോ ഇത്രയുമാണ് മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളുടെ സിലബസ് നിങ്ങൾക്ക് സോ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള സിലബസ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫസ്റ്റ് ടൈം ആയിട്ട് എഴുതുന്നവർക്ക് കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റിവൈസ് മീൻസ് കൃത്യ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സിലബസ് ഓൾറെഡി തന്നിട്ടുണ്ട്. ആ സിലബസ് ബേസ് ചെയ്ത് തന്നെ പഠിക്കുക, റിവൈസ് ചെയ്യുക, PYQs ഒക്കെ ചെയ്യുക. 100% ഉറപ്പാണ്, ഒന്നുകൂടെ പറയുന്നു, 100% ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ വൺസ് അഗൈൻ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. എല്ലാവരും നെറ്റ് ക്ലിയർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.